ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപ്പൻ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇത്രയും കാലം ഇറങ്ങിയ ഒരു നല്ലൊരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും ചേർന്നിട്ട് 3 ക്യാപ്റ്റന്മാർക്കെതിരെ പോരാടുന്ന ഒരു സീനാണ്. ഫുൾ സംഘർഷഭരിതമായിട്ടുള്ള ഒരു പ്രൊമോയുടെ തുടക്കം തന്നെ നമ്മുടെ അനുമോൾ അവിടെ സോഫ സെറ്റിൽ വിഷമിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനുമോൾ പറയുക പുതിയ പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് പറയുകയാണ്. അതായത് അവിടെ ഒരു പാത്രം വെച്ചിട്ട് പാത്രത്തിൻ്റെ അടിയിൽ എന്തോ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്, ആര് അക്ബറൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് അനുമോൾ പറഞ്ഞത്. അപ്പോഴേക്കും ഷാനവാസ് വന്ന് പാത്രം നോക്കുന്നുണ്ട്, അക്ബറും നോക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുകയാണ് എടാ അത് മിച്ചമല്ലടാ, അത് പെയിൻറ്റ് പോയതാന്ന് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാത്രം എടുത്തിട്ട് സാബുമോനെ കാണിക്കുന്ന എല്ലാവരും കാണിക്കുന്നു, അത് ഫുള്ള് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾ ഈ പാത്രം എടുത്തുകൊണ്ട് വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് അവിടെ കൊണ്ടിടും. അപ്പം പറഞ്ഞു അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ അടുത്ത് കഴുകണ്ട നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ പാത്രവും മേടിച്ചുകൊണ്ട് വാഷ് ബേസിനിൽ കൊണ്ടിടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെവിൻ കിച്ചണിൽ നിൽക്കുക. നെവിൻ കൈകൊട്ടിക്കൊണ്ട് പറയുക അനുമോൾ അത് കഴുകിയിട്ടില്ല കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനുമോൾ പറയുകയാണ് നീ പോടാ, നീ ആരാടാ എൻ്റെ അടുത്ത് സംസാരിക്കാൻ, ചള്ളി ചെറുക്ക എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുമായിട്ടാണ് പിന്നെ ഫൈറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആര്യനും അക്ബറും കൂടെ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് ഇതിൽ ഇടപെടുന്നുണ്ട്. അനീഷ് ഇതിൽ ഇടപെടാനായിട്ട് നമ്മുടെ നെവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നെവിൻ പറയുകയാണ് താൻ എൻ്റെ അടുത്ത് സംസാരിക്കണ്ടോ, എനിക്ക് സൗകര്യമില്ലല്ലോ തൻ്റെ അടുത്ത് സംസാരിക്കാൻ, താൻ പോടോ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറഞ്ഞതിന് ശേഷം ആര്യനും കൂടെ ചേർന്നിട്ട് നമ്മുടെ അനീഷിനെ കളിയാക്കുന്ന രീതിയിൽ സൗകര്യമില്ലടോ പറയാൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ആര്യൻ എന്തൊക്കെയോ പറയുന്നുണ്ട് നൂറയും തിരിച്ച് പെരുമാറിയിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നൂറ കട്ടക്കലിപ്പിൽ കിച്ചണിലേക്ക് വരുന്ന സീനാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദില പറയുന്നുണ്ട് നീ അവളെ തൊടുവോ, എന്നാൽ നീ ഒന്ന് തൊട്ട് നോക്ക്, നിനക്ക് അത്ര തൻ്റെ ഉണ്ടെങ്കിൽ നീ ഒന്ന് തൊട്ട് നോക്കെന്ന് പറഞ്ഞ് ടെറർ മൂഡിൽ ആദിലയും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നൂറായിട്ട് എന്തോ പ്രശ്നമുള്ള സമയത്താണെന്ന് തോന്നുന്നു ഇത് പറയുന്നത്. എന്തായാലും അടിപൊളി പ്രൊമോ, നാളെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. താങ്ക്